ഭീതി പരത്തി കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ്. കേരളത്തിലെ വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി ഗവേഷണ സംഘം. രോഗവ്യാപന സാധ്യത കണ്ടെത്താനോ പ്രതിരോധിക്കാനോ കഴിയാതെ ഗവേഷണ കേന്ദ്രങ്ങൾ. അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ വകുപ്പ് അധികൃതർ. കേരളത്തിൽ വീണ്ടും നിപ്പ ഭീതി വിതയ്ക്കുകയാണ്. മരണസാധ്യതയേറിയ നിപ്പ വിതച്ച ഭീതിയിൽ കേരളം വിറങ്ങലിച്ചു നിന്ന നാളുകൾ മറക്കാൻ കഴിയുന്നതല്ല. ഒത്തൊരുമിച്ചു നിന്ന് ശാസ്ത്രീയമായ ഇടപെടലുകളിലൂടെയാണ് മാരകരോഗമായ നിപ്പയുടെ അപകട സാധ്യതയെ വലിയ അളവോളം പ്രതിരോധിക്കാൻ കേരളത്തിന് അന്ന് കഴിഞ്ഞത്. നിപ്പയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളം കാഴ്ചവെച്ച അഭിമാനാർഹമായ കാൽവയ്പുകൾ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇപ്പോഴിതാ വീണ്ടും കേരളത്തിൽ നിപ്പ എത്തിയിരിക്കുന്നു. അതും നേരത്തെ നിപ്പ എത്തിയ കോഴിക്കോട്ട് തന്നെ. ഈ സാഹചര്യത്തിലാണ് നിപ്പ രോഗത്തിന്റെ സ്രോതസ് എന്ന് കരുതപ്പെടുന്ന വവ്വാലുകളെ കേന്ദ്രീകരിച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നത്. ആ പഠന പ്രവർത്തനങ്ങളുടെ ഫലം ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിലെ വവ്വാലുകളിൽ 28% വരെ നിപ്പ വൈറസിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയത്. വവ്വാലുകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് നിപ്പ പടരുന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. രോഗികളായവരിൽ കണ്ടെത്തിയ വൈറസിന് സമാനമായ വൈറസുകളെ തന്നെയാണ് വവ്വാലുകളിൽ കണ്ടെത്തിയതെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ വവ്വാലുകളുടെ പ്രജനന സമയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ ഇവയെ വൻതോതിൽ കാണുകയും ചെയ്യും. വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വർഷത്തിൽ ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം വൻതോതിൽ വർദ്ധിക്കുന്നതായാണ് ഗവേഷണത്തിൽ വ്യക്തമായത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി 2023 ശേഖരിച്ച സാമ്പിളുകൾ വിശകലനം ചെയ്തപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. മുൻ വർഷങ്ങളായ 2019 2021 നടത്തിയ പരിശോധനകളിൽ വവ്വാലുകളിലെ വൈറസ് സാന്നിധ്യം 20 മുതൽ 21% വരെയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ച സ്ഥലങ്ങളുടെ 40 മുതൽ 60 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് വവ്വാൽ സാമ്പിളുകൾ ശേഖരിച്ചത്. കേരളത്തിൽ നാട്ടുപഴങ്ങളുടെ വിളവെടുപ്പ് കാലവും വവ്വാലുകളുടെ പ്രജനന കാലവും ഒരേ സമയത്താണ് വരുന്നത് എന്നത് രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നു. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് എങ്ങനെയാണ് നേരിട്ട് പടർന്നതെന്ന് പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വവ്വാലുകൾ കടിച്ചിട്ട പഴങ്ങളിലൂടെയാകാം ഇതെന്നാണ് പ്രധാന അനുമാനം. നിപ്പയെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഈ വിധത്തിലാണ്. വവ്വാലുകൾ കടിച്ചതോ അവയുടെ സ്രവങ്ങൾ പുരണ്ടതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കരുത്. വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ അവയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കരുത്. വവ്വാലുകൾ ധാരാളമായുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം മുൻകരുതലുകൾ സ്വീകരിക്കണം. 8 വർഷത്തിനിടയിൽ 4ാം തവണയാണ് ഭീതി പരത്തി നിപ്പ കോഴിക്കോട്ട് എത്തുന്നത്. ഓരോ തവണയും വിദഗ്ധർ അടങ്ങുന്ന കേന്ദ്ര സംഘം കോഴിക്കോട്ടെത്തി പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്താറുണ്ട്. പക്ഷേ എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കണം എന്നതിൽ വൈദ്യരംഗം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. 2018 മെയ് മാസത്തിലാണ് കോഴിക്കോട്ടെ ചങ്ങരോത്ത് നിപ്പ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ഒരു കുടുംബത്തിലെ 3 പേരും അവരെ പരിചരിച്ച നഴ്സ് ലിനിയുമാണ് മരണത്തിന് കീഴടങ്ങിയത്. തുടർന്ന് മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നായി 17 പേർ നിപ്പ ബാധിച്ചു മരിച്ചു. 2021 ഒരാളും 2023 2 പേരും രോഗം ബാധിച്ചു മരിച്ചു. 2024, 2025 വർഷങ്ങളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനോടകം സംസ്ഥാനത്ത് 22 പേരാണ് നിപ്പ രോഗബാധയെ തുടർന്ന് മരണമടഞ്ഞത്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാരകരോഗത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ ഭീതിയിലാണ്ടിരിക്കുകയാണ് കേരളം ഇപ്പോൾ. അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എത്രയും വേഗം അധികൃതർ കണ്ടെത്തണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്.